ഇതിനടുത്തോടെ ഇറങ്ങാൻ പറ്റത്തില്ല. തല്ലപ്പുറത്ത് ഞങ്ങളിവിടെ ഒരു റെന്റക്കാരന്റെ സ്ഥലത്ത് വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട്. നല്ല ചുമപ്പ് കളറിലെ മസറാട്ടി കിടപ്പുണ്ട്. നമുക്ക് ഇതെടുത്തിട്ട് ഒരു ഡ്രൈവ് പോയാലോ എന്നുള്ള ആലോചനയിലാണ്. ചോദിച്ചപ്പോഴത്തേക്കിന് ഒരു 3-4 മണിക്കൂറത്തേക്ക് 8000 രൂപയ്ക്കാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കാം അത് എത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ളത്. Give. How much? He know you. He watch your video. Who? You know me? You know. How? 我知道。I go to make contract. Yeah. Yeah. എന്നെ അറിയാവുന്നു. ഷോ ആളും അറിയാമല്ലോ. Yes. Yeah. Okay. Come. We go together. 你们玩抖音吗？抖音。ഒരു ഡ്രൈവ് പോവാണ്. ഞങ്ങൾ ചൈനയിൽ വന്നിട്ട് ഞങ്ങളൊരു വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്. മസറാട്ടി വണ്ടി. 3-4 മണിക്കൂറത്തേക്ക് നമ്മളൊരു മസറാട്ടി വാങ്ങിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് എല്ലാവർക്കും ഓടിക്കാം. കുറച്ച് ചെറിയ എനിക്കും തരണം കുറച്ച് ഓടിക്കാനായിട്ട്. നമുക്ക് 3 പേർക്കും കൊണ്ട് മാറി ഓടിക്കാം. ഞാൻ ഇതുവരെ മസറാട്ടി ഓടിച്ചിട്ടില്ല. ശിശേ വെള്ളമൊക്കെ കൊണ്ട് തന്നു. ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാവട്ടെ. എവിടെ പോയാലും നമുക്ക് ഒരു ഒപ്പി വെള്ളം കൊടുത്തരും. നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കാണ്. നമ്മുടെ വണ്ടി പുള്ളി സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. ഇത് മറ്റേ കൺവേർട്ടബിൾ വണ്ടിയാണ്. ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ വെയിലത്ത് ഒരു തകർക്കും. അടിപൊളി പോലെ നല്ല സൗണ്ടൊക്കെ ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ ഉള്ള വണ്ടിയാണ്. ഒന്നും കൂടെ പൊളിക്കും. ഇതിൻ്റെ അടിയൊന്നും ഇടിക്കായിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം തന്നെ ഇതിൻ്റെ അടിയൊക്കെ താഴെ മുട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കുള്ളത് യൂനാൻ എന്ന് പറഞ്ഞൊരു പ്രൊവിൻസിലാണ്. യൂനാൻ പ്രൊവിൻസിലെ ദാലി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. നമ്മുടെ മൂന്നാറൊക്കെ പോലെയുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് ഇവിടുത്തെ. നമ്മുടെ വണ്ടിയുടെ ഇൻസ്പെക്ഷനും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിയ ആയിരിക്കും മിക്കവാറും ഇന്ന് വണ്ടി ഓടിക്കാൻ പോകുന്നത്. മിയയുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കൂടെ മാറി ഓടിക്കും. ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഇത് തുറന്ന് ഇങ്ങനെ അടച്ച് ഇതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കും. ഉണ്ടോ ഇതിങ്ങനെ ക്ലോസ് ആയി വരും. പൊളിച്ച് പറയണ്ട അടിപൊളി. അതൊക്കെ വീട്ടിലെ വണ്ടി കേട്ടോ. പക്ഷെ ഇതിനകത്ത് ഇരിക്കലൊക്കെ കണക്കാൻ തോന്നുന്നു. സ്പേസ് ഒന്നും ഇല്ല. ലുക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ ബാ പോ. ആരാ നിങ്ങൾ മുമ്പിൽ കയറിക്കോ. ഞാൻ പുറകിരിക്കാം. ഓക്കെ കാറിന്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. മൊത്തത്തിൽ ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ഒന്നും ഇല്ല എന്നൊക്കെ ഒരു ഉറപ്പ് വരുത്തി. അത് ഞാൻ ഇരിക്കട്ടെ. ഞാൻ കയറാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല. മിയ ഓപ്പൺ എവറിത്തിങ് ഓപ്പൺ. തുറന്നു എന്റെ അതെ വെയിലാ. കന്നഡ പൊളിച്ചു പോലെ. 5 മിനിറ്റ് കൊണ്ട് പരിപാടി എല്ലാം കഴിഞ്ഞു. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. സോ ഇത് പൊളിച്ച്. ഇത് കാല് വെക്കാൻ സ്ഥലം പോലും ഇല്ല. സീറ്റ് മുമ്പോട്ടാക്കും ഇല്ലല്ലേ. എത്ര പറ്റത്തുള്ളല്ലേ. ഇത്ര കൺജസ്റ്റഡാ കേട്ടോ ഇത്. നോക്കി അടിപൊളി. ഓക്കെ പൈലറ്റ് ടേക്ക് ഓഫ്. ഗിയർ എവിടെ മിയാ തകർക്ക്. ഫസ്റ്റ് ടൈം. Okay, bye guys. Yes. എന്റെ പൊന്നു അങ്ങനെ നമ്മൾ ആ വണ്ടി എടുത്തിരിക്കുകയാണ്. ശബ്ദമൊക്കെ കേൾപ്പിക്കണം കേട്ടോ. ശബ്ദം ഉണ്ടോ? പുറത്തേക്കല്ല അകത്ത് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ തുറന്നിട്ടിട്ടും. ഇത് സൗണ്ട് ഇല്ല. നമുക്ക് സൗണ്ട് ഉണ്ടാക്കണോ? പക്ഷേ സ്പീഡ് ലിമിറ്റ് ഉണ്ട് പലയിടത്തും. അതുകൊണ്ട് നമുക്ക് വലിയ പറപ്പിലൊന്നും പറപ്പിക്കാൻ പറ്റിയല്ല. ആ സ്പീഡ് ലിമിറ്റിൽ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് പോകാം. ഇത് കൊള്ളാട്ടോ പരിപാടി. അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മസറാട്ടിയിൽ കയറുന്നത്. മസറാട്ടിയിൽ എക്സ്പീരിയൻസ്. അതും ആ ലേക്ക് കണ്ടോ. എമ്മാതിരി ലേക്കാന്ന് നോക്കിയത്. ഇത് കിട്ടില്ല സംഭവം. ഇത് കിട്ടില്ല ലൊക്കേഷനാട്ടോ. ഇത് നമ്മുടെ ഈ ലേക്ക് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് എറായ് ലേക്ക് എന്നാണ്. എറായ് ലേക്ക് യുനാൻ പ്രൊവിൻസിൽ ഈ ഒരു സ്ഥലം ദാലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ലേക്കാണ്. 40 കിലോമീറ്ററാണ് ഇതിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് 8 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 250 കിലോമീറ്റർ സ്ക്വയർ ഉണ്ട് ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇതൊരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എല്ലാം കൂടിയാണ് ഇതൊക്കെ. ഈ എറായ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇയർ ഷേപ്ഡ് സീ. അതായത് ഈ ലേക്ക് നമ്മുടെ ചെവിയില്ലേ, ചെവിയുടെ ഷേപ്പിലാണ് ഉള്ളത്. അപ്പം ഇയർ ഷേപ്ഡ് സീ അതിനെയാണ് എറായ് ലേക്ക് എന്ന് പറയുന്നത്. ഇനി ഡീസൽ. ഓക്കെ ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ ആയിരിക്കും. പെട്രോൾ അടിക്കാൻ കയറിയേക്കാം. പെട്രോൾ നമ്മൾ ഒരു 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. ഗിയറും സംഭവമൊക്കെ കണ്ടില്ലേ. ഗിയർ ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്.
ഇങ്ങനെ നിർത്തി ചുമ്മാ വണ്ടി ഓടിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ലേക്കിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി നിർത്താം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. സൈർബായ് ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ആ ചില്ലൊന്നും പൊക്കണ്ട, എല്ലാം ഓപ്പണാ. എനിക്ക് സീറ്റ് പൊക്കി തരണം, എന്നാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. വലിച്ചു പറിച്ചെടുക്കും. ആ ബെസ്റ്റ്, നിങ്ങളത് വലിച്ചു പറിച്ചെടുത്താ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ലേക്കിന് ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ ടൂറിസവും ബാക്കി പരിപാടികളും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ചെയറുകൾ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി തുറന്നിട്ടിട്ട് പോവാ. നിങ്ങൾ ദൂരെ എങ്ങും പോരുത്, ഇവിടെ നിൽക്കണം. ഇതിവിടെ തുറന്നിട്ടിട്ടുണ്ട്. വണ്ടി കിട്ടില്ല ലുക്കാട്ടോ, എമ്മാതിരി ലുക്കല്ല വണ്ടി. ഇതിലും വലിയ വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളിങ്ങനെ തൽക്കാലം ഉള്ള വണ്ടി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ലേക്ക് കാണാം. പിന്നെ ഇതുപോലുള്ള കച്ചവടക്കാരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കാം. ഈ കാണുന്ന ആംബിയൻസിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാം. അതിനുവേണ്ടി ഇത്തരത്തിൽ ഈ ഫുട്പാത്തിൽ അവർ ഈ ഒരു ആംബിയൻസ് ഇവിടെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. കണ്ടില്ല, നോക്കി കടലെന്ന് പറയും. ചുമ്മാ അല്ല ഇവർ ഇവിടെ കടൽ എന്ന് പറയുന്നത്. ഇങ്ങനെ തിര അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, കാരണം കാറ്റല്ലേ. അപ്പോൾ ആ കാറ്റ് ഇങ്ങനെ തിര അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഈ കടൽ എന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇതൊക്കെ ശരിക്കും ഈ ചെറുകിട കച്ചവടക്കാരാണ് ഈ കാണുന്നതൊക്കെ. അവരാണ് ഈ ഒരു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഇട്ടിരിക്കുന്നത്. നമ്മുടെ അവിടെയൊക്കെ എത്ര ലേക്ക് ഉണ്ടല്ലേ, അല്ലേ? എത്ര ലേക്ക് ഉണ്ട്. ഇതുപോലെയൊക്കെ എന്തൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ? ഓരോ സംഭവങ്ങൾ, ഓരോരോ ഐഡിയാസ് അല്ലേ ഇതൊക്കെ ഇവർ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഫുട്പാത്തുകൾ ക്ലീനാക്കി ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അതിനടുത്ത് ഈ കാണുന്ന വണ്ടി, ഇതാണ് കോഫി ഷോപ്പ്. ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്. കേട്ടില്ല, ഈ വണ്ടിയാണ് കംപ്ലീറ്റ് കോഫി ഷോപ്പ്. അതിലും കുറേ സ്റ്റിക്കറുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കോഫി മെഷീനും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. നോ, ഐ എം ഫൈൻ. യു ഗൈസ്. ഫ്രഷ് വാട്ടർ ലേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ വെള്ളം ഇച്ചിരി കലങ്ങി കിടക്കുകയാണ്. ഇത് ശരിക്കും ഇവിടുത്തെ ഈ ഒരു ലേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണെന്നാണ് ഞാൻ കേട്ടത്. മേ ബി ഈ സ്ഥലത്തായിരിക്കത്തില്ല, ഇവിടെ തിരയടിക്കുന്നതുകൊണ്ടാവാം. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണെന്നാണ് കേട്ടത്. ധാരാളം ഫ്ലോറ ആൻഡ് ഫോനയുള്ള, ധാരാളം പക്ഷി നിരീക്ഷകർ വരുന്ന, ഇഷ്ടംപോലെ ബേർഡ്സ് ഉള്ള, ഇഷ്ടംപോലെ സസ്യങ്ങളുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ലേക്ക്. ചൈനയിലെ 7 ഫ്രഷ് വാട്ടർ ലേക്കുകളിൽ ഒന്നാണ് 250 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഈ കാണുന്ന ഈ ഒരു ലേക്ക്. അതിൻ്റെ സമീപത്തൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ലേക്കിനോട് ചുറ്റിപ്പറ്റി ഉള്ള ടൂറിസം നമ്മൾ പല രാജ്യങ്ങളിൽ പോകുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലായിടത്തും ഉള്ളതാണ്. നമ്മൾ UK-ലും യൂറോപ്പിലും അതേപോലെ ഈവൻ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും പോയപ്പോൾ വരെ നമ്മൾ കണ്ടിരുന്നു ലേക്കിൻ്റെ സമീപത്തുള്ള ആ ഒരു ടൂറിസം എന്ന് പറയുന്നത്. അതവർ മാക്സിമം അതിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ. എന്ത് ഭംഗിയല്ലേ, എത്ര മനോഹരമാണല്ലേ ആ ലേക്ക്. ശരിക്കും ഒരു കടൽ പോലെ നിൽക്കുന്നു അല്ലേ, ബ്യൂട്ടിഫുൾ അല്ലേ. ഇത് ചെറിയ ഐലൻഡ് ഒന്നും പറയാൻ പറ്റില്ല. അവിടെ കുറേ ഐലൻഡുകളുണ്ട്. ഈ ഒരു ലേക്കിൽ തന്നെ 3-4 ജനവാസമുള്ള ഐലൻഡുകളുണ്ട്. ആ ഐലൻഡിൽ റിസോർട്ടുകളും അങ്ങനത്തെ സംഭവങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. എന്തോ സാധനം, ടീ ആണോ? കോഫി വാങ്ങിച്ചാവോ? നിങ്ങൾ കോഫി ഇഷ്ടമല്ലല്ലോ അല്ലേ? കോഫി വേണോ? എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക. നല്ല ആംബിയൻസ് അല്ലേ? ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കുക. നന്നായി. അതായത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ആ സ്ഥലത്ത് താമസിക്കാനുള്ള പ്ലാനായിരുന്നു നമ്മൾ അവിടെ ചെന്ന് അവിടെ ഒരു വൈബ് ഇല്ലയെന്ന് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ സ്കൂട്ടായി നമ്മൾ ഇവിടേക്ക് വന്നതാണ്. അത് രക്ഷപ്പെട്ടു. ഇത് സൂപ്പറായി കേട്ടോ, ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇളം കാറ്റും ഒക്കെ ആയിട്ട് നല്ല കാലാവസ്ഥയും, ഒരു തണുപ്പുമില്ല ചൂടുമില്ല, അങ്ങനത്തെ ഒരു നല്ലൊരു കാലാവസ്ഥയും. ഇതെന്താ സംഭവം? ബിസ്ക്കറ്റ് കുക്കീസ്. ഇവിടെയൊക്കെ വന്ന് നമ്മൾ മടിയന്മാരാകും, ഒരു പണി എടുക്കാതിരിക്കും. നിങ്ങൾ ന്യൂസിലൻഡിൽ പോയപ്പോൾ ഒന്നും മടിയനായതാ. കാശ് കൊടുത്ത് വണ്ടി എടുത്താൽ 2-3 മണിക്കൂർ നേരത്തേക്ക് ആകപ്പാടെ എന്നിട്ട് ചായ അടിച്ചുകൊണ്ടിരുന്ന സമാധാനം ശരിയാവത്തില്ല. നമുക്ക് അകത്തേക്ക് കയറാം. ഇതിൽ തുറക്കാനും പിടിക്കാനും നിൽക്കണ്ട, ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് അങ്ങ് കയറാം. സൈർബായ് നിങ്ങൾ മുമ്പേ ഇരിക്കുമല്ലോ അല്ലേ? കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ എളുപ്പം പുറകിരുന്നാല. ഡ്രൈവർ കമോൺ, ഡ്രൈവർ കമ്മിങ്. കാല് കൊടുക്ക് പാപ്പാ, പറപ്പിക്ക് പാപ്പാ. എഡിറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ സൗണ്ട് ഇച്ചിരി കൂട്ടിയിടാം നമുക്ക്, അല്ലാണ്ട് വേറെ വഴിയില്ല. കാറ്റ് കാരണം വണ്ടിയുടെ സൗണ്ട് കേൾക്കത്തില്ല, അതാ പ്രശ്നം. ഇത് ഭംഗിയല്ലേ ലേക്ക്, ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടില്ല ലേക്കാണ്. ഷംജിത് ഭായിക്ക് ഭയങ്കര ആഗ്രഹം ഇതുപോലത്തെ ഒരു സ്പോർട്സ് കാർ എടുക്കണമെന്ന്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും മസറാട്ടി എടുക്കണം, പിന്നെ ബെൻലി എടുക്കണം എന്നൊക്കെ പറയും. മസറാട്ടി അല്ല, പുള്ളിക്ക് ബെൻലിയാ താല്പര്യം. കൊണ്ടടക്കാൻ ഭയങ്കര പ്രശ്നം. അതെ, കൊണ്ടടക്കാൻ ഭയങ്കര പാടാ. അടി തട്ടും, എല്ലായിടത്തും ശ്രദ്ധിക്കണം. അടിയൊക്കെ തട്ടും, അത് വേറെ കാര്യം. നോക്കിയും കണ്ടൊക്കെ ഓടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ ഒരു ഫണ്ണാണ്, ഒരു ഫൺ ടു ഡ്രൈവാണ്. പൈസ ഉള്ളവർക്ക് എന്തോ ആവാലോ അല്ലേ? നീ ആസ്വദിച്ച് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. കിട്ടിയ ചാൻസ് മുതലെടുക്കുകയാണ് പുള്ളിക്കാർ. എനിക്ക് അല്ലേ അല്ലേ? 2-3 ഫാക്ടറി ഉണ്ട് അവർക്കോ? എന്റെ ഫാദറിന്. എന്ത് ഫാക്ടറി? ആർട്ടിഫിഷ്യൽ ഫ്ലവറോ? അത് ശരി, അതൊക്കെ ഉണ്ടായിരുന്നല്ലേ?
മിയയ്ക്ക് സ്വന്തമായിട്ട് 2-3 ഫാക്ടറി ഉണ്ട് അവരുടെ ഫാമിലിക്ക്. ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇല്ലേ, അതായത് നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനത്തെ സാധനങ്ങൾ ഈ എക്സ്പോർട്ട് ചെയ്യാനും അത് ബൾക്ക് പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി ഒക്കെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മേൽക്കൂരകളുള്ള ഒരു പ്രത്യേക ഭംഗിയുള്ള ഗ്രാമങ്ങളാണ് നമ്മൾ ഈ ഒരു യുനാൻ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വ്യത്യസ്തമാണ്. ഇവിടുത്തെ മതിലുകളൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് വെച്ചിരിക്കുന്നു. ഈ പാലങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി ആ മലയുടെ അകത്തോട്ട് തുരങ്കം ഉണ്ട് അവിടെ, കണ്ടില്ലേ, തുരങ്കം അടിച്ചിട്ടുള്ള പാലങ്ങളാണ് മൊത്തം. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വീടുകൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് നോക്കി. ആ കാണുന്ന ലേക്കിന് സമീപത്തുള്ള ആ ഒരു ടൗൺഷിപ്പ് കണ്ടില്ലേ, നോക്ക് ലേക്കിലേക്ക് എങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. ആ വീടുകളൊക്കെ നോക്കി ഒരു പ്രത്യേക ഡിസൈൻ അല്ലേ, ഒരു ചാര കളറിലെ വീടുകളാണല്ല, എല്ലാത്തിനും ഒരേപോലെ പെയിൻ്റ് അടിച്ചിരിക്കുന്നു. എല്ലാം അതിൻ്റെ ആ ഒരു റൂഫാണ്, അതായത് അതിൻ്റെ ആ ഒരു ചരിഞ്ഞ രീതിയിൽ ഒരു ടിപ്പിക്കൽ ഇവിടുത്തെ ഒരു സ്റ്റൈലിലാണ് ഇവിടുത്തെ വീടുകളുടെ സംഭവങ്ങളൊക്കെ കാണുന്നത്. വെയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, സോ എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല അത്. ഈ ഒരു സ്ഥലത്തെ എന്തോരം റിസോർട്ടുകളാണെന്നറിയോ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കുറേ ഉണ്ട്, പിന്നെ കുറേയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നു. സിറ്റി വിട്ട് മാറി ഈ 250 കിലോമീറ്റർ വരുന്ന ഈ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം പല സ്ഥലത്തായിട്ട് റിസോർട്ടുകൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഈ മലയുടെ മേളിലും അവിടെ ഇവിടെ എല്ലാം എത്ര ടൂറിസം സാധ്യതകളാണ്, എത്ര ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത്, എത്ര റെസ്റ്റോറൻറ്റുകൾ, എത്ര ആളുകൾക്ക് ജോലി, എന്തൊക്കെ സംഭവങ്ങളാണ്, എത്രയധികം ഡെവലപ്മെൻറ്റുകളാണ് ഇവിടെ വരുന്നതെന്നുള്ളത് നമ്മൾ കണ്ട് ശരിക്കും ഞാനിങ്ങനെ ഞെട്ടിപ്പോയി കേട്ടോ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ലേക്ക് വ്യൂ റൂമുകളാണ് ഈ കാണുന്നതൊക്കെ. കണ്ടോ എന്ത് ഭംഗിയുള്ള റൂമുകളാണ്, എത്ര അടിപൊളിയാണല്ലേ, എത്ര കോമ്പറ്റീഷനാണ്, എന്തോരം ഉണ്ട്. മീനോടും നന്ദി അറിയിച്ചോളുന്നു, എല്ലാവരോടും നന്ദി അറിയിച്ചോളുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചൈന വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പഴയപടിയാവും. ചൈനയിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പരിപാടി. നമുക്ക് ഇറങ്ങിയൊരു ചായ പിടിക്കാം. ഇറങ്ങാൻ പറ്റില്ലേ, ഇറങ്ങാൻ പറ്റില്ലേ, എനിക്കിതിനടുത്തോട് ഇറങ്ങാൻ പറ്റത്തില്ല, തല്ല പുറത്ത്. അയ്യോ എന്നെ ഇട്ടിട്ട് പോവല്ല, എനിക്ക് ഇറങ്ങണ്ടേ. ഇതെന്ത് പറ്റിയത്, മസറാട്ടി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മാക്സിമം സീറ്റാ അങ്ങനെ മുമ്പോട്ടാക്കിയാൽ ഞാൻ ചാടി ഇറങ്ങിക്കോളാം. യെസ് ഗൈസ്, അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. ഇത് മറ്റേ പടത്തിലെ മറ്റേ പുള്ളി പറയുന്ന പോലെ കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് കയറി ഇരിക്കാനും ഇറങ്ങാനൊക്കെ എന്നെ പാടാന്ന് പറയുന്നതല്ലേ. നമ്മള് മനോഹരമായിട്ടുള്ള ആ ഒരു ലേക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി ഇപ്പൊ ഇത് കാണാനായിട്ട്. ഇത് നമ്മൾ മറ്റേ ന്യൂസിലൻഡിൽ നമ്മുടെ ലേക്കില്ലായിരുന്നോ, അതേപോലെ തന്നെ ശരിക്കും. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ചൈനയിലുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നല്ല കിടുക്കാച്ചി ഒരു ലേക്ക്. അപ്പോൾ ഈ ലേക്കിന് സമീപത്ത് ഈ കാണുന്ന ഒരു കോഫി ഷോപ്പ്, നല്ല രസമല്ലേ കാണാനായിട്ട് ഒരു കോഫി ഷോപ്പ്, നല്ലൊരു ഓപ്പൺ എയർ വൈബിലുള്ളൊരു കോഫി ഷോപ്പ്. ഇതുപോലെ എത്ര സ്ഥലങ്ങളാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു എത്ര ആളുകൾക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ വരുന്നത് അല്ലേ, എന്തൊക്കെയാണ് കിട്ടുന്നത് അല്ലേ. പൊളി വൈബുള്ളൊരു കഫേ, അടിപൊളി സ്ഥലം. where do you want to sit? Up there, okay, we go there. അതാണ് കണ്ടില്ലേ, നമ്മൾ താഴെ നിന്ന് ഇരിക്കില്ല, നമ്മൾ മേളിൽ ഇരിക്കുള്ളൂ. നമ്മുടെ വേമ്പനാട് ലേക്കില്ലേ, ആ വേമ്പനാട് ലേക്കിന് ചുറ്റും ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചുറ്റിനും വണ്ടി ഓടിക്കാൻ പറ്റിയൊരു റോഡ്, ഇതുപോലെ ടൂറിസം റിസോർട്ട്, ഇതുപോലത്തെ കോഫി ഷോപ്പ് സംഭവങ്ങളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അങ്ങനെയൊക്കെ വരികയായിരുന്നെങ്കിൽ റിസോർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആലപ്പുഴയിൽ, വേമ്പനാട് സമീപത്തൊക്കെ. പക്ഷേ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ വരികയായിരുന്നെങ്കിൽ അത് എത്രമാത്രം രസമായിരിക്കും. ഷോ എന്ത് ഭംഗിയല്ലേ. നമ്മുടെ വണ്ടി കിടക്കണ കിടപ്പ് വേണ്ട, നോക്ക് എന്താ ലുക്ക് നോക്ക്, അടിപൊളി. ശ്വേത വിളിക്കുന്നു, ശ്വേതനെ സ്ഥലം കാണിച്ചു ഞെട്ടിക്കാം. ഞാനൊരു സ്ഥലം കാണിക്കട്ടെ. ഋഷുവാവേ ചക്കരക്കുട്ടാ, സ്കൂളിൽ പോണ്ടേ? ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരട്ടെ, നോക്ക് എങ്ങനെയുണ്ട്. ഇത് ചൈനയല്ലേ, അല്ലാണ്ട് അവിടെ നോക്ക് എന്ത് കൂട്ടുള്ള സ്ഥലം നോക്ക്, രസമല്ലേ. ഞങ്ങൾ ഇവിടുത്തെ ഒരു കോഫി ഷോപ്പിൽ വന്നതാ. ഈ കാണുന്ന വണ്ടി കണ്ടോ, ആ ചുമന്ന വണ്ടി, ഞങ്ങൾ അതെടുത്തിട്ട് ഒരു റൗണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. മസറാട്ടി. ഡ്രൈവർ മിയാണ് ഡ്രൈവർ. യെസ് ഗൈസ്, സുഖല്ലേ. ലണ്ടൻ ബസ് പോലത്തെ ബസ്, എറായി ബസ് എന്നും പറഞ്ഞുകൊണ്ട്. വാവ്, അടിപൊളി. ഇതിൽ നമുക്ക് പോവാല്ലേ ട്രിപ്പൊക്കെ പൊളിച്ച്, അടിപൊളി വരുന്നുണ്ട്. അന്ന് ആ ഫിഷിങ് അവിടെ മീനൊക്കെ പിടിക്കുന്നത് എനിക്ക് നല്ല ഇത് ക്ലീനല്ലേ ഈ സ്ഥലമൊക്കെ, അടിപൊളിയായിട്ടിരിക്കുന്നത് അല്ലേ ഈ സ്ഥലമൊക്കെ. ഒരു ക്യാമറമാനാ പോയത്. ഈ കമ്പിവേലി കണ്ടോ, ഇത് കണ്ടോ, ഇത് ഭയങ്കര സ്ട്രോങ് ആട്ടോ. ഇത് മറ്റേ കമ്പിയാണെന്ന് തോന്നുന്നു, പല കളറിൽ പെയിന്റ് ഒക്കെ അടിച്ച്, അതുപോലും എത്ര ഭംഗിയോടെ അല്ലേ വെച്ചേക്കുന്നത്. നൗ യു സിറ്റ് ബാക്ക്.
ഐ സിറ്റ് ഫ്രണ്ട്. ഓക്കെ, കയറാൻ പറ്റുന്നുണ്ടോ? യെസ്, കയറി ഗൈസ്. നൗ വി ഗോ ബാക്ക്. അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് എന്ന് പറയുന്നത് എന്താ പറയുക, ഇതിൻ്റെ പുറകെ ഇരിക്കാനാണ് സുഖം. എനിക്ക് ഇവിടെ മുമ്പിൽ കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി. ഫ്രണ്ടിലൊക്കെ ഇറങ്ങി ചാടി ഇറങ്ങിയാൽ മതി. ബാഗ് എടുക്ക്. വി ആർ ടേക്ക് യുവർ സ്റ്റഫ്സ്. യെസ്, നമ്മൾ തിരിച്ച് വണ്ടി കൊണ്ട് കൊടുത്തു. 600 രൂപയാണ് നമുക്ക്. 600 എന്ന് പറയുമ്പോൾ ഏകദേശം 6500 7000 രൂപയാണ് നമുക്ക് 3 മണിക്കൂറത്തേക്ക് ഈ വണ്ടി എടുക്കാൻ വേണ്ടി ആയത്. പ്ലസ് ഒരു 1000 രൂപയുടെ പെട്രോളും കൂടെ നമ്മൾ അടിച്ചിട്ടുണ്ട്. പൊളിയല്ലായിരുന്നു? ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ എൻജോയ് ചെയ്തു. വണ്ടിയാണ് പോണേ കണ്ട. അതുപോലൊക്കെ വൈകിട്ട് 8:30 മണിയായി. 8:30 മണി. ഞാൻ ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടുത്തെ രാത്രി വൈബും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. നമുക്ക് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണാം. രാത്രി ആയപ്പോഴത്തേക്കിനും നല്ല വൈബായിട്ടുണ്ട്. ഈ ലേക്കിൻ്റെ സമീപത്ത് റെസ്റ്റോറൻറ്റുകളും ബാറുകളും മറ്റുമൊക്കെ ആയിട്ട് ഫുൾ പാട്ടും ആംബിയൻസും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുണ്ട്. അതിനകത്ത് ലൈവ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അകത്ത് അടിപൊളി ലൈവായിട്ടിരുന്ന ആൾക്കാർ പാടുന്നുണ്ട്. ഇവരുടെ ഫുഡൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എവിടെ പോയാലും നല്ല അടിപൊളി ഫുഡാണ്. ഇതിവിടെയുണ്ട് മറ്റേ ചാഗി എന്ന് പറയുന്ന ഇവരുടെ ചായ ഷോപ്പ്. നല്ല അടിപൊളിയായിട്ട് ചായനെ ബ്രാൻഡ് ചെയ്ത് വെക്കുന്ന ഒരു ചായ ഷോപ്പാണ് ആ കാണുന്നത്. കൊള്ളാം, നല്ല രസമാണ്. ഈവനിങ് ഈ ഒരു ലേക്കിൻ്റെ ഈ ഒരു മനോഹാരിത കണ്ട് ആ ഒരു ഭാഗത്തോട് ഇങ്ങനെ നടക്കാൻ എന്ത് രസമാണെന്നറിയോ? അത് കാണുന്നത് കണ്ടില്ലേ? അതൊരു ഐലൻഡാണ്. ആ ഐലൻഡിലേക്ക് ബോട്ട് മാർഗം മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതിനകത്ത് തന്നെ വലിയ ബഹുനില കെട്ടിടങ്ങളും പിന്നെ ചെറിയ റിസോർട്ടുകളും ഇതുപോലെയുള്ള നൗകകളും മറ്റുമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്. ലേക്ക് സൈഡ് കോട്ടേജുകളും റെസ്റ്റോറൻറ്റുകളും മറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക വൈബാട്ടോ ഈ ഒരു സ്ഥലം കാണാനായിട്ട്. എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ, എത്ര നീറ്റാണല്ലേ, എത്ര ക്ലീൻ ആണല്ലേ. അവിടെ ഇവിടേക്ക് ഇരുന്ന ആൾക്കാർ പാട്ടൊക്കെ പാടുന്ന കാണുന്നു. എത്ര കലാകാരന്മാർക്കും എത്ര ആളുകൾക്കും എത്രായിരം ആളുകൾക്കാണ് ഈ ഒരു ലേക്ക് ഇവിടെ ജോലി നൽകുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയായിരുന്നു. എത്ര ടൂറിസം, എത്ര പണം, എത്ര ആളുകൾ വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു. അത് ശരിക്കും എന്താ പറയുക, നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇതുപോലെയുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികൾ ധാരാളം ഇതിനകത്തോട് ഓടുന്നുണ്ട്. അതിനകത്തൊക്കെ ടൂറിസ്റ്റുകൾ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എല്ലായിടത്തും ലൈറ്റപ്പൊക്കെ ചെയ്ത് ഇത് കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് അല്ലേ. ഇവിടെ ഒരു പാലമുണ്ട്. നമുക്ക് ഈ പാലത്തേക്കൂടെ നടന്ന് അപ്പുറത്ത് പോയി നോക്കാം. മേ ബി ഈ പറഞ്ഞ പോലെ ലേക്കിനുള്ളിലെ മറ്റൊരു ഐലൻഡാണിത്. മടി പിടിച്ച് ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ വരാനായിട്ട് എന്താ പറയുക, ഞാൻ ആക്ച്വലി ഒന്ന് സംശയിച്ചായിരുന്നു. കാരണം ഇന്ന് ഫുൾ ടയർഡായിപ്പോയി. അപ്പോൾ ഇങ്ങോട്ട് വരണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മിസ് ചെയ്തേനെ. എന്ത് ഭംഗിയോടെയല്ലേ ഓരോ സ്ഥലങ്ങൾ ഇതിനകത്തിരിക്കുന്നത്. ഈ ഒരു ലേക്കിൻ്റെ ആ ഒരു ശരിക്കും നല്ലൊരു ഭാഗം ഇത്തരത്തിൽ ആളുകൾ വലിയൊരു സെറ്റിൽമെൻ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഇതെന്താ സാധനം? ഇതെന്ത് മൃഗമാണ്? നോ ശരി, താങ്ക് യു. ഇതെന്ത് മൃഗമാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ചെമ്മരിയാട് പോലത്തെ എന്തൊരു സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ പേര് കിട്ടുന്നില്ല. ഞാനത് എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പേര് കിട്ടുന്നില്ല. എന്തോരം തുണിക്കടകളുണ്ടെന്നറിയോ ഇവിടെ. നല്ല അടിപൊളി വസ്ത്രങ്ങൾ ഒക്കെ ചൈനീസ് സ്റ്റൈലാണല്ല, എന്നാലും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കുറേ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള തുണിക്കടകൾ ധാരാളമുണ്ട്. മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോഴത്തേക്കിനും ആ ഒരു സ്ട്രീറ്റിൻ്റെ വീതി കുറഞ്ഞു വരികയാണ്. ചെറിയൊരു ഗല്ലി പോലത്തെ ഒരു സ്ഥലമാണ്. അതും എല്ലായിടത്തും നല്ല